ഇന്ത്യ-US കരാറടക്കം അവതാളത്തിലായതോടെ ട്രംപ് കടുത്ത സമ്മർദ്ദത്തിലാണ്. ഇതോടെ നിലവിൽ കരാറിൽ നിന്നും ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും അടക്കം പിന്മാറുന്ന അവസ്ഥയിലേക്കെത്തി. അതേസമയം മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തി. കോടതി വിധിയുടെ മറവിൽ കളിക്കാൻ നിൽക്കുന്ന രാജ്യങ്ങൾ ഇതിലും വലിയ തീരുവയും പ്രത്യാഘാതങ്ങളും നേരിടേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. വർഷങ്ങളായി US-നെ കൊള്ളയടിക്കുന്ന രാജ്യങ്ങൾ കോടതി വിധിയെ കൂട്ടുപിടിച്ച് കളിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് മുൻപ് ഉള്ളതിനേക്കാൾ ഉയർന്ന തീരുവയും പ്രത്യാഘാതങ്ങളും നേരിടേണ്ടി വരും. ജാഗ്രത പാലിക്കുക എന്നാണ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പറഞ്ഞത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തന്റെ അഭ്യർത്ഥനയെ തുടർന്ന് ഗണ്യമായി കുറച്ചുവെന്ന അവകാശവാദവും ട്രംപ് ഉന്നയിച്ചു. ഇന്ത്യയുമായുള്ള ബന്ധം ഫാന്റാസ്റ്റിക് ആണെന്ന് വിശേഷിപ്പിച്ച ട്രംപ് എന്നാൽ നേരത്തെ ഇന്ത്യ തങ്ങളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയായിരുന്നുവെന്നും ആരോപിച്ചു. എന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറച്ചത്. ഉക്രൈനിലെ ഭീകരമായ യുദ്ധം അവസാനിപ്പിക്കാനാണ് ഞങ്ങൾ അത്തരമൊരു നീക്കം നടത്തിയത് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അതേസമയം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തിവെച്ചുവെന്ന ട്രംപിന്റെ അവകാശവാദത്തോട് ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി വിവിധ സ്രോതസ്സുകളെ ആശ്രയിക്കുമെന്നും ദേശീയ താൽപര്യങ്ങൾക്കായിരിക്കും മുൻഗണന നൽകുമെന്നുമായിരുന്നു ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള തന്റെ ബന്ധം മികച്ചതാണെന്ന് ആവർത്തിക്കുമ്പോഴും മുൻകാലങ്ങളിൽ ഇന്ത്യ അമേരിക്കയെ ചൂഷണം ചെയ്യുകയായിരുന്നുവെന്ന വിവാദ പരാമർശവും അദ്ദേഹം നടത്തി. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറിയെന്നും ഇന്ത്യയുമായി നീതിയുക്തമായ ഒരു വ്യാപാര കരാറിലെത്തിയെന്നും ട്രംപ് അവകാശപ്പെട്ടു. മുൻപ് ഇന്ത്യക്ക് നൽകിയിരുന്ന വ്യാപാര ആനുകൂല്യങ്ങൾ റദ്ദാക്കി പുതിയ താരിഫ് നയങ്ങൾ നടപ്പിലാക്കിയതാണ് ഇതിനു കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ട്രംപ് ഏർപ്പെടുത്തിയ വിപുലമായ ആഗോള താരിഫ് നടപടികൾ നിയമവിരുദ്ധമാണെന്ന സുപ്രീം കോടതി വിധി അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് വലിയ അനിശ്ചിതത്വത്തിന് വഴിയൊരുക്കിയിരുന്നു. അമേരിക്കയുമായി വിവിധ രാജ്യങ്ങൾ നടത്തിവന്ന വ്യാപാര ചർച്ചകളെയും കരാറുകളെയും ഈ വിധി സാരമായി ബാധിച്ചിരിക്കുകയാണ്. ട്രംപിന്റെ സാമ്പത്തിക നയങ്ങളുടെ അടിസ്ഥാനമായിരുന്ന ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് ഉപയോഗിച്ച് അദ്ദേഹം നടപ്പിലാക്കിയ താരിഫ് നടപടികൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് 63% ഭൂരിപക്ഷത്തോടെയാണ് സുപ്രീം കോടതി വിധിച്ചത്. വിധി വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ ട്രംപ് പ്രതികരിച്ചു. സുപ്രീം കോടതിയിലെ ചില ജഡ്ജിമാരുടെ നിലപാടിനെതിരെ അരാജകത്വവാദികൾ എന്ന തരത്തിൽ വിമർശനമുന്നയിച്ച് ട്രംപ് വിദേശ താൽപര്യങ്ങൾക്ക് കോടതിയെ സ്വാധീനിച്ചതായും ആരോപണമുണ്ട്. സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ ഉടൻ തന്നെ മറ്റൊരു വഴി സ്വീകരിച്ച ട്രംപ് 150 ദിവസത്തേക്ക് 10% ആഗോള ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചു. അടുത്ത ദിവസം തന്നെ ഇത് 15% ഉയർത്തുകയും ചെയ്തു. പെട്ടെന്നുള്ള ഈ തീരുമാനങ്ങൾ അന്താരാഷ്ട്ര വ്യാപാരത്തെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ്. പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനുമായുള്ള ടേൺബറി കരാർ പോലുള്ള സുപ്രധാന വ്യാപാര ഇടപാടുകൾ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലായി. കരാറിലെ നിയമപരമായ അടിസ്ഥാനം തന്നെ ഇല്ലാതായതോടെ ഇതിന്റെ തുടർ നടപടികൾ മരവിപ്പിക്കാൻ യൂറോപ്യൻ പാർലമെന്റിന്റെ വ്യാപാര സമിതി ആലോചിക്കുന്നുണ്ട്. അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം സ്ഥിരതയില്ലാത്ത നയങ്ങൾ വ്യാപാര ലോകത്ത് താരിഫ് അരാജകത്വമാണ് സൃഷ്ടിക്കുന്നതെന്ന് യൂറോപ്യൻ അധികൃതർ കുറ്റപ്പെടുത്തി. ഇന്ത്യയുമായുള്ള ഇടക്കാല വ്യാപാര കരാറിന്റെ കാര്യത്തിലും സമാനമായ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. കരാർ അടുത്ത മാസം ഒപ്പുവെക്കുമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നുവെങ്കിലും സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഈ കരാറിന്റെ കാര്യത്തിൽ പുനഃപരിശോധന വേണമെന്ന ആവശ്യവും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. അതേസമയം എന്നാൽ ഇന്ത്യയുമായുള്ള കാര്യത്തിൽ മാറ്റമൊന്നുമില്ലെന്നും കരാർ നിലനിൽക്കുമെന്നുമാണ് ട്രംപിന്റെ വാദം. US-ഉമായുള്ള ഇന്ത്യയുടെ വ്യാപാര കരാറിലെ തുടർ ചർച്ചകൾക്കായി ഇന്ത്യയുടെ ചീഫ് നെഗോഷിയേറ്റർ ദർപ്പൺ ജെയിനും സംഘവും അമേരിക്കയിലേക്ക് പോകില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ചർച്ചകൾ ഇരുവിഭാഗവും റദ്ദാക്കിയിട്ടുമുണ്ട്. രണ്ട് രാജ്യങ്ങൾക്കും സൗകര്യപ്രദമായ മറ്റൊരു തീയതിയിലേക്ക് ചർച്ചകൾ മാറ്റുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം US കരാറിലെ വ്യവസ്ഥകൾ റദ്ദാക്കണമെന്നും ഇന്ത്യ പുതിയ കരാറിന് ശ്രമിക്കണമെന്നും പ്രമുഖ സാമ്പത്തിക വിദഗ്ധനായ ജെഫ്രി നാക്സ് ആവശ്യപ്പെട്ടു. സുപ്രീം കോടതി വിധി പുറത്തുവന്ന സമയം ഇന്ത്യക്ക് നിർണായകമാണ്. പുതിയ സാഹചര്യത്തിൽ ഇന്ത്യ കരാറിലെ വ്യവസ്ഥകൾ മാറ്റാൻ തയ്യാറാകണം. ഇപ്പോഴത്തെ ധാരണകൾ ഉപേക്ഷിക്കണം. അതിലൊരു കാര്യവുമില്ല. ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനോ തീരുവ ചുമത്താനോ ട്രംപിന് ഒരു അധികാരവുമില്ല. അതെല്ലാം നിയമവിരുദ്ധവും ഭരണഘടനയുടെ ലംഘനവുമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വ്യാപാര കരാറിലെ തുടർ ചർച്ചകൾ ഇന്ത്യ തൽക്കാലം നിർത്തിവെക്കുന്നതാണ് നല്ലത്. കാര്യങ്ങൾ കൂടുതൽ പഠിച്ച ശേഷം മുന്നോട്ടു പോകണം. സുപ്രീം കോടതി വിധിയെ മറികടക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ പരാജയപ്പെടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.